it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പൂർവ്വപിതാവായി ഇസഹാക്കിന് സ്വന്തം വംശത്തിൽ നിന്ന് ഭാര്യയെ അന്വേഷിച്ച് പുറപ്പെട്ട അബ്രാഹത്തിന്റെ ദാസനെ അനുഗമിച്ച് ആശീർവദിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി യാത്ര തിരിക്കുന്ന നിന്റെ ദാസനെ കൃപാപൂർവം കടാക്ഷിക്കണമേ. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി പുരുഷനെയും സ്ത്രീയെയും കൂട്ടിയോജിപ്പിച്ച ദൈവമേ, തിരുമുൻപിൽ ഈ നിമിഷം കാരുണ്യം യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ദാസനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നടത്തുവാൻ പോകുന്ന വാഗ്ദാനത്തിനനുസൃതമായി വിശ്വസ്തതാപൂർവ്വം ജീവിക്കുവാൻ കൃപ നൽകണമേ. നിത്യനായ സർവേശ്വരായ എന്നേക്കും. നമുക്കെല്ലാവർക്കും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യാചിക്കാം. നിന്റെ ജനമായ ഇസ്രായേലിനോട് കരാറുണ്ടാക്കിയ വാഗ്ദാനങ്ങൾ വിശ്വസനാണെന്ന് കാണിക്കുകയും ചെയ്ത കർത്താവെ, ഈ വിവാഹ വാഗ്ദാനം വഴി വിശ്വസ്തതയിലും ദൈവപരിപാലനയിലും വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാഗ്ദാനം വഴി വിവാഹമാകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മകൻ അപ്പുണ്ണിക്ക് സ്നേഹത്തിൽ വളരുവാനും അങ്ങേക്ക് എന്നും പ്രിയപ്പെട്ടവനായിരിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന രണ്ട് കുടുംബങ്ങളെയും പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളരാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. തോബിയാസിനെയും സാറായെയും സംരക്ഷിച്ച കർത്താവ് നിന്നെയും സംരക്ഷിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
like a castaway. What we wanted, not what we thought we wanted. Tossed in, you couldn't see it coming. What we needed, not what we thought we needed. Don't give up, don't give in. Watching, waiting patiently from where riches flow. My heart is sure to follow. Over here, you can see much clearer. What you wanted was always only what we needed. Won't give up, won't give in. Take everything we have and let the new begin. Won't give up, won't give in. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തിരഞ്ഞെടുത്ത റെബേക്കായെയും അനുഗ്രഹിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുൻപിൽ അടങ്ങിയിരിക്കുന്ന ഈ ദാസരെ സാബിയോയെയും ദിയെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിന് അടങ്ങിയിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാം, വിശന്നു വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാകുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ, ഞാൻ നിങ്ങളെ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനത്തിനായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ എങ്കിൽ തിന്മയെന്ന നാവിനെയും വ്യാജഭാഷയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്വരത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സഹോദരൻ, നിങ്ങളുടെ സജീവനമായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിൽക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് സ്വന്തമായി ജീവിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തന്നെ സമയം ദിയ ഒത്തിരി പ്രതീക്ഷയോടുകൂടി മുഖത്തെ പുഞ്ചിരി രണ്ടുപേർക്കും ഒരുപോലെയുണ്ട്. എന്നും അങ്ങനെ തന്നെയാകട്ടെ. ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ ദേവാലയത്തിൽ ഈ സായം സന്ധ്യയിൽ എത്തിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാമി ചിന്തിക്കുന്നതാവും അച്ഛന്മാരൊക്കെ ഇവിടെ നിന്ന് കെട്ടിയെടുത്താണോ? ഇല്ല പറഞ്ഞായിരുന്നു? ഇല്ല പറഞ്ഞാൽ പറയണോ? ഈ പറയുന്ന രണ്ടച്ഛന്മാർ, ജോസഫ് അച്ഛനും മാർട്ടിൻ അച്ഛനും ദിയയുടെ സ്വന്തം പോലണ്ടിന്റെ സ്വന്തം കുടുംബക്കാരാണ്. ഉച്ചയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ നിന്ന് കണ്ണൂരും എത്തിയിരിക്കുകയാണ്. ഞാൻ കാക്കനാട് നിന്ന് വരികയാണ്. എനിക്ക് ബന്ധമല്ല, സഹോദര ബന്ധം, രക്തബന്ധമല്ല, മറിച്ചൊരു ആത്മീയ ബന്ധമുണ്ട്, ഒരു സുഹൃത്തത്വമുണ്ട്. അത് ദിയേക്കാളൊക്കെ ഉപരിയായിട്ട്, പോളണ്ടിനൊക്കെ ഉപരിയായിട്ട് മറിച്ച് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഐറിനായിട്ട്. കാരണം ഞാനും ഐറിനും വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് MD പഠിച്ചത്. അന്ന് തുടങ്ങിയ ബന്ധമാണ് ഐറിനും സാമും ഞാൻ തമ്മിലുള്ളത്. അല്ലെ, ഇന്നും മുൻപോട്ട് പോകുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഈ എറണാകുളത്ത് നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ബസ് കയറി ഇവിടെ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണേ ഉള്ളൂ. ഐറിന്റെ വിളി അത്രമാത്രം ആത്മാർത്ഥമുള്ള വിളിയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഐറിനെ കുറിച്ച് കൂടുതൽ സന്തോഷമുണ്ട്.
ഒരു കത്തോലിക്ക സഭയിലെ കത്തോലിക്ക കുടുംബത്തില് ഒരു പെൺകുട്ടി എങ്ങനെയാണ് വിശ്വാസം ജീവിക്കേണ്ടത്, വിനയത്തിൽ ജീവിക്കേണ്ടത്, അച്ചിട്ട മാതിരി ആ കുട്ടി ജീവിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രോളേട്ടനും ചേച്ചിക്കും ഈ കുട്ടിക്ക് ഒത്തിരി നന്ദി പറയുകയാണ്. ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത്. ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, അച്ഛൻ ഇന്ന് മനസ്സിനോ അയലും ചേച്ചിയുടെയാണോ? അല്ല, ദിയയുടെയാണ്. ഈ പറയുന്ന സാധ്യതയാണ്. രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ്. നിങ്ങളോട് സാധാരണ രീതിയിൽ ഡലുലു സ്റ്റൈലിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുള്ളൂ, മറ്റു സ്റ്റൈലിൽ പറഞ്ഞാൽ വിജയിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന 2 കൊച്ചു സന്ദേശങ്ങളുണ്ട്. ഒന്നാമത്തെ സന്ദേശം മറ്റൊന്നുമല്ല, പണ്ട് TV ഒരു പരിപാടി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മാറാം കോടീശ്വരൻ. കാണാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ല? യെസ്. അത് സാധാരണ ഇപ്പൊ അതുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഇപ്പോഴുണ്ടോ പരിപാടി? ഉണ്ടോ? ഇല്ല. ഓക്കെ. സാധാരണ രീതിയിൽ ഒരു 10 ചോദ്യങ്ങൾ ചോദിക്കും. 10 ചോദ്യത്തിനും കൃത്യമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 1 കോടി രൂപ ലഭിക്കും. ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ്, സാവിയയ്ക്കും ദിയയ്ക്കും 1 കോടി രൂപ ലഭിക്കും. 10 ചോദ്യമല്ല, ഒറ്റ ചോദ്യം. ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായ ഉത്തരം പറഞ്ഞാൽ 1 കോടി. ദിയ സന്തോഷമായി? അറിയാമോ? സന്തോഷമായി? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചാടി ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ വേണം. ഓപ്ഷൻ തരുമ്പോഴേക്കും സാവി, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, നമ്മൾ പെട്ടെന്ന് ചാടി ഉത്തരം പറയും. കഷ്ടകാലത്ത് തെറ്റാണെങ്കിൽ ഉടനെ നീ പറയും, അതിനെ എടുത്ത് വായി പൊക്കിയപ്പോഴേക്ക് മനസ്സിലായി അത് തെറ്റായിരുന്നു. അതുകൊണ്ട് നീ ചോദ്യം കേട്ടതിന് ശേഷം ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 സെക്കൻഡ് നിങ്ങളൊന്ന് ചിന്തിക്കണം, സംസാരിക്കണം, ചർച്ച ചെയ്തിട്ട് ഒന്നിച്ച് തീരുമാനം എടുക്കാവുള്ളൂ. ആ സമയത്ത് മണിക്കുട്ടി കൂടി ഓടി നടക്കുന്നുണ്ടാകും. റെഡി ഫോർ ദാറ്റ്? ഡീൽ. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്, 1 കോടി വിലയുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ നയിക്കാൻ പോകുന്നത് കുടുംബജീവിതമാണ് അല്ലെ? ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്നാണ്, ഒരു കുടുംബജീവിതം വിജയിക്കാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്താണ്? Which factor is more essential for a successful married life? ഓപ്ഷൻ വേണോ? സാവിയോ? ദിയ? ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ എ സ്നേഹം. ഓപ്ഷൻ ബി വിനയം. ഓപ്ഷൻ സി പണം. ഓപ്ഷൻ ഡി ക്ഷമ. ഓക്കെ, ക്ഷമ. ഓക്കെ, ചോദ്യം കൃത്യമായി മനസ്സിലായി. ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുക. മണിക്കുട്ടി ഓടി തുടങ്ങി. ഉറപ്പിച്ചാ? തീരുമാനമായ അടിപൊളി. ഓക്കെ, പറഞ്ഞോളൂ. സ്നേഹം. ഓപ്ഷൻ എ സ്നേഹം. ലോക്കിയാമ്പിയെ ലോക്കിയട്ടെ. ഓക്കെ, ഓപ്ഷൻ എ സ്നേഹം. ഉത്തരം ആരോട് ചോദിക്കും? ഗുരുജിയോട് ചോദിക്കണം. ഗുരുജിയാകാം. അച്ഛന്മാർക്കൊക്കെ ഞങ്ങൾക്ക് തിയറിറ്റിക്കലി അറിയത്തുള്ളൂ, പ്രാക്ടിക്കലി അറിയത്തില്ല. പ്രാക്ടിക്കലി ഇവിടെ ഇരിക്കുന്ന ഗുരുജിമാരെ, ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരും അമ്മമാരും അമ്മച്ചിമാരെ പച്ചയ്ക്ക് ചോദിക്കട്ടെ. കുറെ വർഷങ്ങളായല്ലോ ഈ കുടുംബജീവിതം നയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട്. എത്രയോ പ്രാവശ്യം ഇത് അങ്ങനെ ഇട്ടെറിഞ്ഞു പോകാൻ തോന്നിയതാണ് അല്ലേ? നശിപ്പിച്ച് ഇട്ടെറിഞ്ഞു പോകാൻ തോന്നിയത്. പക്ഷെ മക്കളെ പ്രതി, കുടുംബത്തെ പ്രതി വേണ്ട എന്ന് വെച്ചുകൊണ്ടല്ലേ എത്രയും നാൾ ഭംഗിയായിട്ട് ജീവിച്ചത്? ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ കുടുംബജീവിതം ഇത്രയും നാൾ കൊണ്ട് നടക്കുന്നതിന് നിങ്ങളെ നയിച്ച ഏറ്റവും വലിയ ഘടകം ഇതിലേതാണ്. ഏതാണ്? ക്ഷമ. ആ ചേട്ടൻ ആദ്യം പറഞ്ഞു. ചേട്ടന് ചേച്ചിയായിട്ടാണ് സത്യം. മക്കളെ കേട്ടില്ല, ഞാൻ പറഞ്ഞതല്ല, ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ കൊണ്ടേ പറയണം. അവരനുഭവം കൊണ്ട് പറഞ്ഞതാണ്. കുടുംബജീവിതം വിജയിക്കാൻ സ്നേഹമൊക്കെ ആയിട്ട് 1 മാസം 2 മാസമൊക്കെ ഉള്ളൂ. ന്യൂജൻ ഇത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പരിവരുത്ത ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ സ്നേഹമൊന്നും കാണത്തില്ല. എത്രമാത്രം ക്ഷമിക്കാൻ പറ്റുന്നുവോ, എത്രമാത്രം പൊറുക്കാൻ പറ്റുന്നുവോ, അതാണ് കുടുംബജീവിതത്തിന് വിജയം. അല്ല സത്യമല്ലേ? ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് മുമ്പേ പോയത് പറഞ്ഞ. അതുകൊണ്ട് ആ ഒരു കാര്യം ഓർക്കുക. കുടുംബജീവിതം വിജയിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായ 1 കോടി പോയി പണിക്കും. നീ എന്ത് ചെയ്യും?
ഇനി ആകെ ഒരു 2 മോതിരങ്ങൾ, 2 സ്വർണ്ണ മോതിരങ്ങൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. സാമിനൊരു മോതിരം, ദിയക്കൊരു മോതിരം. അപ്പോൾ ദിയ ചോദിക്കുക വെച്ചാൽ ഈ മോതിരം ഏത് കമ്പനിയാ? ആലുക്കാസാണോ, ആലപ്പാട്ടാണോ, ജോസ്കയാണോ, ഭീമയാണോ? അല്ല, അവരൊന്നുമല്ല. അവരുടെയൊക്കെ അപ്പാപ്പന്റെ കാലം മുമ്പ് ഒരു മനുഷ്യൻ പണി ലഭിച്ച 2 സ്വർണ്ണ മോതിരങ്ങളാണ് ഇന്ന് ദിയയ്ക്കും സാമിനും പറയുക. അതിന്റെ പശ്ചാത്തലം, ഉറവിടം ഇവിടെയാണ്. ഈ പുസ്തകത്തിന് തോബിത്ത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ തോബിത്തിന്റെ ഭാഗത്ത് എന്താണ് സാഹചര്യം എന്ന് ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് മോതിരത്തിലാണ് ആഗ്രഹിക്കുക. സാഹചര്യം ഇങ്ങനെയാണ്. തോബിത്തിന് തോബിയാസ് എന്ന പേരുള്ള ഒരു ഏക മകനുണ്ടായിരുന്നു. അവൻ അന്യനാട്ടിൽ പോയി അപ്പൻ പണം കടം കൊടുത്തവരിൽ നിന്ന് പൈസ സ്വീകരിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ വെച്ച് സാറ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ ഡിങ്കി ഡോൾബിയായി അവസാനം കല്യാണം കഴിക്കുകയും ചെയ്തു. കല്യാണം കഴിച്ചിട്ട് ഈ സാറയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് തോബിയാസ് സ്വന്തം കുടുംബത്തിലേക്ക് പോരുന്നതിന് മുന്നോടിയായിട്ട് സാറയുടെ അപ്പനും അമ്മയും പറയുന്ന 3 ആപ്തവാക്യങ്ങളാണ് ഒരു മോതിരൂപത്തിനായിട്ട് ആഗ്രഹിക്കുക. സാവിയോ ആദ്യം ആർക്കാ വേണ്ടത്? ഓക്കെ, കണ്ട് പഠിക്ക്, ദിയക്ക് കൊടുക്കുക. ഇതാണ് ജീവിതത്തിന്റെ വിജയം. എന്ത് തന്നെ ഉണ്ടാകണം കേട്ടോ. അപ്പം ദിയ ഈ അവസരത്തില് സ്വന്തം മകളെ മരുമകന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് യാത്രയാക്കുന്നതിന് മുമ്പ് സ്വന്തം മകളായ സാറയോട് പറയുന്ന 3 ഉപദേശങ്ങൾ, അപ്പന്റെ ഉപദേശങ്ങൾ മനസ്സിൽ കുറിക്കുക. അയച്ചോട്ടെ. അനന്തരം അവൻ തന്റെ മകളായ സാറയെ അടുത്ത് വിളിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ നീ ബഹുമാനിക്കുക. ഇനിമേൽ അവരാണ് നിനക്ക് മാതാപിതാക്കൾ. നിന്നെ പറ്റി നല്ലത് മാത്രം കേൾക്കുവാൻ എനിക്ക് ഇടയാകട്ടെ. ഇതിലേതൊരപ്പന്റെയും അമ്മയുടെയും വികാരമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അലമാരിക്കകത്ത് ലഘുവായിട്ട് വരുമ്പോൾ ഈ അപ്പന്റെയും അമ്മയുടെയും ചേച്ചിയുടെയൊക്കെ മനസ്സിലൊറ്റ ചിന്തയുള്ളൂ, എൻ്റെ മകളെ കുറിച്ച് എൻ്റെ മരുമകനും എൻ്റെ അപ്പനും അമ്മയും എന്ത് പറയുന്നു. നല്ലത് കേട്ടാൽ അത്രയും സന്തോഷമാണ്. സത്യമാണ് പോകട്ടെ പറഞ്ഞു ആണോ? അപ്പോൾ അവിടെ ദിയെ ചോദിക്കും, ഈ പാര എനിക്ക് മാത്രമാണോ? അല്ല. ഇതിന് ശേഷം തോബിയാസിനോട് അമ്മായിയമ്മ, സാറയുടെ അമ്മ പറയുന്ന 3 കാര്യങ്ങൾ ഉപദേശ രൂപത്തിൽ മോതിരമായിട്ട് ഞാൻ തരികയാണ്. അയച്ചോട്ടെ. അനന്തരം അവൾ തോബിയാസിനോട് ഇപ്രകാരം പറഞ്ഞു, മകനെ, എന്റെ മകൾ സാറയെ ജനിക്കുന്ന കുട്ടികളെ കണ്ട് സന്തോഷിക്കുവാൻ എനിക്ക് ഇടയാകട്ടെ. ഇതാ, ഞാൻ എൻ്റെ മകളെ നിനക്ക് ധനമേൽപ്പിക്കുന്നു. അവളെ ഒരിക്കലും നീ ദുഃഖിപ്പിക്കരുത്. അമ്മയുടെ വാചകമാണ്, ചങ്കാണ്, വികാരമാണ്, പ്രേമമാണ്. മക്കളെ, ഇതിനേക്കാൾ വലിയ എന്ത് വാട്സപ്പ് നമുക്ക് വേണ്ടത്? ഇതിനേക്കാൾ വലിയ എന്ത് ട്വിറ്ററിലേക്ക് കൊടുക്കേണ്ടത്? ഒരു മനുഷ്യന്റെ അപ്പന്റെയും അമ്മയുടെയും ചങ്കാണ് നമുക്ക് നൽകിയത്. ഇതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആപ്തവാക്യം. ഇതായിരിക്കട്ടെ നിങ്ങൾ എന്ന് പണിയുന്ന മോതിരം. ആ മോതിരത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തെ ക്ഷമിക്കാൻ പഠിക്കും, കൊടുക്കാൻ പഠിക്കും, സ്നേഹിക്കാൻ പഠിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കൃത്യമായ രീതിയിൽ ആഗതമാകുന്ന ആ ജീവിതത്തിന്റെ മംഗളങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി മാട്ടിനച്ഛൻ്റെയും ജോസഫച്ചൻ്റെയും കൊച്ചുമാരെ എല്ലാവരുടെയും പേരിൽ കൃത്യമായി നേരിടുന്നു. ദൈവം നിങ്ങളെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടെ കൂടെ ഭാഗവാഗ്ദാനത്തിനായി ഒരുങ്ങുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം മനുഷ്യഭാവിതരാകളുടെ കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. വിശ്വാസത്തിന്റെ വിശുദ്ധിനെ മനുഷ്യമായി നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. കുടുംബ ജീവിതത്തിലെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ.
വിവാഹബന്ധ കൂദാശ ദമ്പതികൾ തമ്മിലും ദൈവമായി നടന്ന ഉടമ്പടിയും മണ്ണപ്പടലങ്ങളുടെ ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുൻപിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാകുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉറക്കെ മറുപടി പറയണം കേട്ടോ. സാവിയോ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ ദിയയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ദിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ സാവിയോയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ സാവിയോയെയും ദിയയെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നിർമ്മലവധമായ സ്വീകരിച്ച ഭർത്താവായ മിശിഹായി വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസന്മാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ ഫലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധനികാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നാഥനായ മാറിയോസെഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹയുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യം ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റെബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം എന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏറ്റവും ഒരുക്കത്തോടുകൂടെ വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. Stars are all watching you shining brighter than them somehow. Days have all faded and there's no more waiting for this right now. Your hand here in mine in all my life. This is the best part. I dreamed of this moment with you. You
അൽമ. എൻ്റെ പേര് സെറീന. ഞങ്ങൾ രണ്ടുപേരും ദിയയുടെ സ്കൂൾ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ മെരിയൻ സ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. സോ ദിയനെ പറ്റി പറയുകയാണെങ്കിൽ ദിയ ഭയങ്കര ഒരു ലോയൽ ഫ്രണ്ടാ. ഭയങ്കര നല്ലൊരു എല്ലാവർക്കും ലൈഫിൽ വേണ്ട ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ടാണ് ദിയ. സോ ദിയെ ഞാനും ചെറുപ്പം തൊട്ടേ LKG തൊട്ടേ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരുന്നതാ. ആൻഡ് സൺഡേ സ്കൂളിലും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ദിയനെ ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരു ഫ്രണ്ടായിരുന്നു. മൺഡേ ടു ഫ്രൈഡേ സ്കൂളിലാണെങ്കിൽ സാറ്റർഡേ ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ ഒന്നിച്ചാണ്. പിന്നെ സൺഡേ ഞങ്ങൾ സൺഡേ സ്കൂളിൽ ഒന്നിച്ചാണ്. അങ്ങനെ എല്ലാ ദിവസവും കാണുന്നൊരു ഫ്രണ്ടായിരുന്നു. ആൻഡ് അവൾ ഇന്ന് എൻഗേജ്ഡ് ആയാലും ഒത്തിരി സന്തോഷമുണ്ട്. അതും സാവിയായിട്ട് എൻഗേജ്ഡ് ആയാലും വളരെ സന്തോഷമുണ്ട്. അതെ, അവളെ ആ ഡ്രസ്സിലും കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇമോഷണലായി, ഭയങ്കര സന്തോഷമായി. കാരണം അവളുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ദൈവം കേട്ടൊരു ദിവസം. അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. നല്ല ഭംഗിയുണ്ട് ദിയനെ സാവിയനെയും കാണാൻ. ആൻഡ് ഈ ഡെക്കോറും ഈവെന്റും എല്ലാം ഭയങ്കര ഭംഗിയുണ്ട്. ഓൾ ദി ബെസ്റ്റ് ദിയ ആൻഡ് സാവിയോ. അഡ്വൈസ് ആയിട്ട് ഞങ്ങൾക്ക് ഒന്നും തരാല്ല, നീ ഒരു അടിപൊളി ഭാര്യ ആയിരിക്കും എനിക്ക് നല്ല ഉറപ്പാ ദിയ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ സാവിയോട് പറയാനുള്ളത്, സാവി ഈസ് വെരി ലക്കി. അതെ, ഭയങ്കര ലക്കിയാ ദിയെ കിട്ടിയത്. കാരണം അവള് ഭയങ്കര നല്ലൊരു ആളാണ് ദിയ. അപ്പം അവളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ന്യൂ ജേർണി. അവളുടെ പേര് ആദ്യം ഓർക്കുമ്പോഴത്തേക്കിനും അവള് ഞങ്ങളെ ചീത്ത വിളിക്കുന്നതേ ഓർമ്മയുള്ളൂ. കാരണം ദിയ പോൾ എന്ന് വിളിക്കുമ്പോഴത്തേക്കിനും അവൾക്ക് ദേഷ്യമാ. എന്നെ ദിയ എന്ന് വിളിച്ചാൽ സ്കൂളിൽ എല്ലാരും ദിയനെ ദിയ പോൾ ഫുൾ നെയിം കൂട്ടി വിളിക്കുന്നത്. അത് അവൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എല്ലാരും അങ്ങനെ വിളിക്കുന്നത്. ഓൾസോ ദിയയുടെ ഒരു ബിഗ് ഡേയില് എനിക്ക് കേക്ക് ചെയ്യാൻ പറ്റി. സോ അതും എൻ്റെ ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുക. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും നല്ലൊരു ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ, അതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോയി. ഇപ്പൊ പോകുന്ന പോലെ തന്നെ രണ്ടുപേരും അടിച്ചു പൊളിച്ചു പോവുക. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ബൈ. ബിഹൈൻഡ് ദ സീൻസ് വേണ്ട, ഇതൊന്നും എടുക്കണ്ട. ഇടേണ്ടത് എല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞു. ഞങ്ങൾ ദിയാനെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു എത്ര ഇയേഴ്സ് ആടി? 14-15 ഇയേഴ്സ് എനിക്ക് ദിയാനെ അറിയാം. യെസ് ആണ്. അതെ അതെ, സത്യമാണ്. ചേട്ടൻ നോക്കുന്നു, അത്രയൊക്കെ അറിയാമോ? തള്ളി മറിച്ച് ഞങ്ങൾ എല്ലാരും സൺഡേ സ്കൂളിൽ ഒന്നിച്ചായിരുന്നു. ഫ്രണ്ട്സ് ആയതാ. Yeah, I can't believe she's getting married and she finally got her man. And yeah, wishing you a good, happy married life. We are so happy for you. Yeah. ഇപ്പൊ ഞാൻ കൈ കൊട്ടിയേനെ. എന്നെ തള്ളേണ്ട മാവ ഞാൻ നന്നാവൂല. ഇതാണ് ഞങ്ങൾക്ക് ദിയനെ പറ്റി ഓർമ്മ വരുന്ന പാട്ട്. ദിയക്ക് വേണ്ടിയും സാവിയക്ക് വേണ്ടിയും ഞങ്ങൾ ഇത് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതെ, സാവിയക്ക് പ്രത്യേക ഒരു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, സാവിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ. ഇവര് 10th. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അയോണയുടെ പള്ളിപ്പെരുന്നാളിലാണ് ഞങ്ങൾ സാവിയോനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ സാവിയോക്ക് ദിയനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇവർ സെറ്റ് ആവുന്നത്. അപ്പോഴാണ് ഞങ്ങൾ സാവിയോനെ ആദ്യമായിട്ട് കാണുന്നത്. ഈ വെഡിങ് ആന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഇമോഷനായി. കാരണം ഇവരൊരു അതെ 10 years ആയിട്ടെന്തോ ഇവര് റിലേഷനിലായിരുന്നു. എന്നിട്ട് ഇവരുടെ വെഡിങ് ആവുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. ദിയ കല്യാണമാന്ന് പറയുമ്പോഴത്തേക്കിന് ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ഞങ്ങള്. ഉണ്ടാക്കി കര അറിയത്തില്ല. അതാ ദിയ, നീ അല്ലാതെ ഞാൻ കര നീ കണ്ടിട്ടുള്ളല്ലോ. ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയതിലും അവളെ ഇങ്ങനെ ഇത്ര സുന്ദരിയായിട്ട് കാണുമ്പോ സോ ഹാപ്പി ഫോർ ഹർ. ആൻഡ് ദിയേനെ പറ്റി ആദ്യം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ദിയാന്ന് പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കുറുമ്പീന്ന. ഞങ്ങൾ 3 പേരില് ഏറ്റവും നോട്ടിയസ്റ്റ് ആയിരുന്നു ദിയ. ഇപ്പോഴും മോശമൊന്നുമില്ല ദിയ. പിന്നെ ഇതൊക്കെ കാണുമ്പം ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ കസിൻസിന്റെ കല്യാണത്തിനെല്ലാം പോകുമ്പോൾ ഞാനും ദിയ എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ എല്ലാം കണ്ടു നടക്കും. പക്ഷെ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാവുന്നു. ദിയ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ദിയേനെ പറ്റി ദിയയുടെ പേര് കേൾക്കുമ്പം ഞാനും ദിയയും 3 വയസ്സിനുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എന്നെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ദിയ. പിന്നെ ഇപ്പോഴും ചൊറിച്ചിൽ തന്നെയാണ്. പക്ഷെ പറയുമ്പം വലിയ കുഴപ്പമില്ലാന്ന് പറയും. ഞാനും ദിയയും 9 years ഡിഫറൻസ് ഉണ്ട്. ഞാനും ഇവനും 12 years ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ അത്യാവശ്യം നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഞാൻ 9 years വരെ ഹാപ്പി ആയിട്ട് ഒറ്റയ്ക്ക് ഒരു ഗേളായിട്ട് ഡാഡിയുടെയും മമ്മിയുടെയും പെറ്റായിട്ട് നടന്ന ആളാണ്. പെട്ടെന്ന് ഒരാള് മമ്മി ഒരു ദിവസം വന്ന് പറഞ്ഞു, നിനക്കൊരു ബേബിനെ കിട്ടാൻ പോവാ, മമ്മി പ്രഗ്നന്റ് ആന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് സിബ്ലിങ്സ് ഒന്നും വേണ്ടെന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട്
കുറെ ആഫ്റ്റർ 9 months ദിയേനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്യൂട്ട് ലിറ്റിൽ ഒരു ബേബി ആയിരുന്നു ദിയ. ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയില്ലേ ആ ദേഷ്യമൊക്കെ പോയി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വയസ്സായപ്പോൾ ഭയങ്കര കുറുമ്പിയായി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഇതിനെപ്പോലെ ഒരു സാധനം എന്ന്. പക്ഷെ ഇപ്പം ഐ എം സോ ക്ലോസ് ടു ദിയ ആൻഡ് ഐ എം സോ ലക്കി എനിക്ക് ദിയനെ പോലെ ഒരു സിസ്റ്ററിനെ കിട്ടിയത്. ഐ എം സോ ഹാപ്പി ഫോർ ഹർ. ഞാൻ കരയും. കരയില്ല സാരയില്ല പോട്ടെ. അത് കട്ട് ചെയ്യണേ, അത്രേ ഉള്ളൂ. കരയാതെ അയ്യോ അയ്യോ കളിയാക്കല്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവളുടെ കല്യാണം. ഇതിടരുതേ, ഞാൻ ഭയങ്കര മോശമാ കരയുമ്പോ. എന്റെ മേക്കപ്പ് പോവും. നീ പറയണ, നീ എന്തെങ്കിലും പറ. ഞാനിപ്പം ദിയനെ പറ്റി പറയുകയാണെങ്കിൽ ദീദി തമ്മിൽ എനിക്ക് 12 year ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ദിയ തമ്മിൽ 3 year ഉള്ളൂ. അപ്പം ദീദി പിന്നെ കല്യാണം കഴിച്ച് ഞാൻ ചെറുതായിരുന്നപ്പോഴേക്കും ദീദി കുറച്ച് പോയി. ദിയ ആയിട്ടായിരുന്നു ഞാൻ കുറച്ചുകൂടി ക്ലോസ്. എന്നിട്ട് ദിയെ ഞാനും എന്നും അടിയാ. ഞാൻ അടിക്കത്തില്ല, പക്ഷെ അവസാനം ചൊറിഞ്ഞ് ഒരു ഇടി കൊടുക്കും, അത് കരഞ്ഞോണ്ടപ്പം ദിയ പോവും. ഇതന്നെയായിരുന്നു പരിപാടി. പിന്നെ ഇപ്പം പിന്നെ എന്നാ ദിയ SRM-ലോട്ട് പോയി. പിന്നെ അത് കുറച്ച് ഗ്യാപ്പായിരുന്നു, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഇപ്പം തിരിച്ചു വന്നു. ഇപ്പം ദിയ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം നല്ല ഹാപ്പി ഉണ്ട്. ഫണ്ണി അഡ്വൈസോ? ഞാൻ പറയാം, ഫണ്ണി അഡ്വൈസ്, ദിയ കുക്ക് ചെയ്താൽ എല്ലാം നല്ലതാന്ന് പറഞ്ഞാൽ മതി, ഒന്നും പൊട്ടയാന്ന് പറയില്ല. പക്ഷെ ശരിക്കും നല്ലതാ, പൊട്ടയൊന്നും ആയിട്ടല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നും, പക്ഷെ ശരിക്കും നല്ലതാ. ഇത് ഗ്രൂമിനുള്ള അഡ്വൈസാ. അല്ലെങ്കിൽ അവന്റെ കാര്യം പോക്ക. ഗ്രൂമിന്റെ കാര്യം ദീദി പറ. ദീദി സാവിക്ക് ഒരു അഡ്വൈസ് കൊടുക്ക്. സാവിയോയ്ക്കോ? സാവിയോയ്ക്ക് എനിക്ക് പ്രത്യേകിച്ച് അഡ്വൈസ് ഒന്നും കൊടുക്കാനില്ല. ഇനിയിപ്പോ സാവിയോ തുടക്കം മാംഗല്യം, പിന്നെ ജീവിതം. അപ്പൊ എല്ലാം സൂക്ഷിച്ചും കണ്ടും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ അവള് കുക്ക് ചെയ്യുമ്പോ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുക. എപ്പോഴും അവള് സുന്ദരിയാന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവള് ഭയങ്കര ഹാപ്പിയാവും. പിന്നെ അവൾക്ക് ഒന്നും വേണ്ട, അല്ലേ? അതാണ്. ഇടയ്ക്ക് ഫോട്ടോസും എടുത്തു കൊടുക്കണം. നല്ല ആംഗിൾ എടുത്തു കൊടുത്താൽ നല്ല എസ്തെറ്റിക് ഫോട്ടോ ആണ് ദിയുടെ മെയിൻ. സാധനം എടുത്തു കൊടുത്താൽ സാവിയോ രക്ഷപ്പെട്ടു. അബൌട്ട് സാവിയോനെ ആദ്യം മീറ്റ് ചെയ്തപ്പോ തന്നെ ഭയങ്കര വൈബായിരുന്നു. ലൈക്ക് സാവിയോനെ മീറ്റ് ചെയ്തപ്പോ തന്നെ നൈസ്. നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട്. നേരത്തെ ഐറിൻ പറഞ്ഞ പോലെ തന്നെ ഐറിനും ഞാനും തമ്മിൽ 5 years ഗ്യാപ്പ് ഉണ്ട്. ഐറിനും ദിയയും തമ്മിൽ 9 years ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഭയങ്കര ഗ്യാപ്പ് ഒന്നും നമുക്ക് അത്ര ഫീൽ ചെയ്യാത്ത പോലത്തെ ഒരു ഫസ്റ്റ് കണക്ഷൻ തന്നെ അങ്ങനെയായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. സാവിയോക്ക് ആദ്യം കുറച്ച് പേടിയായിരുന്നു എന്ന് തോന്നുന്നു, ഇത്ര ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്. പക്ഷെ ഇറ്റ് വെന്റ് വെൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മീറ്റ് ചെയ്തപ്പോഴാണെങ്കിലും ഇറ്റ് വാസ് റിയലി ഗുഡ്. സാവിയോ എന്താ ഭയങ്കര ചെയർഫുൾ പേഴ്സൺ ആയിരുന്നു. ആദ്യം കുറച്ച് ടെൻസ്ഡ് ആണെങ്കിലും പിന്നെ ചെയർഫുൾ പേഴ്സൺ ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് കമ്പനി ആവാൻ പറ്റി സാവിയോ ആയിട്ട്. ദിയനെ പോലെ തന്നെ. ദിയ സാവിയോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഓർത്തില്ല ഇത്ര ഈസി ഗോയിങ് ആയിരിക്കുമെന്ന്. പക്ഷെ he is also part of the family now. So happy for that. Yeah, definitely. അപ്പൊ ആ ജെല്ലാവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഏജ് ഗ്യാപ്പ് തന്നെ ഒരു മെയിൻ റീസൺ. പക്ഷെ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ദിയ 9th standard ആയപ്പോഴാ കല്യാണം കഴിഞ്ഞു പോയത്. അപ്പോൾ ഡൂഡു എൻ്റെ ബ്രദർ അവൻ 7th അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ 10 years കഴിഞ്ഞു ഞങ്ങളുടെ കല്യാണം. 2014 അപ്പം ഞാനിപ്പോൾ UK സെറ്റിൽഡാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം ഇത്രയും നാള് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ദിയയും ബ്രദറും ഉണ്ടാവും മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ വെൽക്കം ചെയ്യാൻ. അല്ലെങ്കിൽ എപ്പോഴും കാണും. they are there for me always. അപ്പോൾ ഇനിയിപ്പോൾ അവള് പോവാ. അപ്പൊ അതൊരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അവൾക്ക് ഇപ്പൊ ജോലി കിട്ടി. അവള് ബിഗ് ലോയറായി, IIT ലീഗൽ അഡ്വൈസറായി. അപ്പൊ അവൾക്ക് ഇപ്പൊ 1 year ആയിട്ടേ ഉള്ളൂ ജോലി കിട്ടിയിട്ട്. അപ്പൊ ഇപ്പോഴാണ് ദിസ് ടൈം ഞാൻ വന്നപ്പോ ഫസ്റ്റ് ടൈമാണ് ഇൻ മൈ ഹൗസ് സിബ്ലിങ്സ് ആരും ഇല്ലാതെ വരുന്നത്. ബ്രദർ ആണെങ്കിലും ഓസ്ട്രേലിയയില്, സിസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ ജോലി കിട്ടിപ്പോയി. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് സിബ്ലിങ്സ് ഇല്ലാത്ത ഫസ്റ്റ് ടൈമാണ് ഞാൻ വീട്ടിൽ. ആകെ മമ്മിയും ഡാഡിയും ഉള്ളൂ. എനിക്ക് ഭയങ്കര ലോൺലിനെസ് ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറയായിരുന്നു, നീ വാ, ലീവ് എടുത്തിട്ട് വാന്ന്. അപ്പം അവൾ ഓടി വന്നു. കുറച്ച് നാളാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. അപ്പം ഞാൻ വിചാരിക്കും
ഇനി ലീവ് എടുത്ത് വരാൻ പറയാൻ പറ്റില്ലല്ലോ. ഷീ ഹാസ് എ ഫാമിലി. ഇനി അവൾക്ക് അവന്റെ കാര്യങ്ങൾ നോക്കണം. ദേ ഹാവ് ദെയർ ഓൺ പ്രയോറിറ്റീസ്. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ട്. അവളെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എനിക്ക് പെൺപിള്ളേരില്ല, എനിക്ക് 2 ബോയ്സ് ആണ്. അപ്പൊ ഞാൻ പറയും എനിക്ക് പെൺപിള്ളേരില്ലെങ്കിലും കുഴപ്പമില്ല. ഐ ഹാവ് എ സിസ്റ്റർ ടു ഗോസിപ്പ്, ടു സേ എവറിത്തിങ്, ഓൾ ടു ഷെയർ ഓൾ ദ സീക്രറ്റ്സ്. സോ ഐ എം സോ ബ്ലെസ്ഡ് ഐ ഹാവ് എ സിസ്റ്റർ. യുനോ, ഒരു പെൺകുട്ടി ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിനെസ് ഞാൻ സന്തോഷിക്കുന്നത് ദിയ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. സോ ഐ എം സോ ഹാപ്പി ഫോർ ഹെർ. ആക്ച്വലി ഐ എം സോ ഹാപ്പി. ഞാൻ കരയുന്നത് അവളോടുള്ള ഫുൾ സ്നേഹം കൊണ്ടാണ്. And I'm sure I'll miss her for sure. അത്രേ ഉള്ളൂ. And all the blessings to her. ഞാനിതുപോലെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അവര് ഭയങ്കര ചെറുതായിരുന്നു. 9th, 5th, 6th എന്തോ. അപ്പൊ എപ്പോ വന്നാലും അവരോട് ഔട്ടിങ്ങിന് പോവാ. നമ്മൾ പുറത്താണെങ്കിലും ഇപ്പൊ വരുമ്പോഴും ഔട്ടിങ്ങിന് പോവാ. അവരെ കൊണ്ട് പുറത്തു പോവാ. ഇപ്പൊ നമ്മുടെ പിള്ളേരെ കൊണ്ട് പോകുന്ന പോലെ അത്ര ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോവാ, അവരെ ഹാപ്പി ആക്കാന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു ആദ്യത്തെ ഒരു മേ ബി 4-5 years. പക്ഷെ പിന്നെ ആ ട്രാൻസിഷൻ പെട്ടെന്ന് വന്നു. അവര് വലുതായി, അവരുടെ കരിയർ അവരുടെ ഇതിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ ആ ട്രാൻസിഷൻ എസ്പെഷ്യലി കോവിഡ് ടൈമിലായിരുന്നു അത്. അപ്പൊ 3 years കാണാൻ പറ്റാണ്ട് പിന്നെ കണ്ടപ്പോ ലൈക്ക് അവര് ഭയങ്കര ഡിഫറെന്റ് ആയി. അത് കഴിഞ്ഞ് ഇപ്പൊ കല്യാണം കൂടിയായി. അവര് ലൈക്ക് ഇപ്പൊ ഈക്വൽസ് എന്താ പറയാ, ഞങ്ങളൊരു ഗ്യാങ് പോലെയായി. അതിന് കുറച്ച് ടൈം എടുത്തെങ്കിലും ഇപ്പൊ ആ ഗ്യാങ് പോലെ അവര് പോവാണ്. യെസ്, പക്ഷെ ആ ഗ്യാങ് പോലെ ആയത് ഇസ് എ ബിഗ് ബ്ലെസ്സിങ്. ലൈക്ക് എല്ലാവരും ജെല്ലായിട്ട്, അലൻ ആണെങ്കിലും ദിയ ആണെങ്കിലും ഇപ്പൊ സാവിയോ ആണെങ്കിലും എല്ലാവരുമായിട്ട് നമുക്ക് ഔട്ടിങ്ങിന് പോകാനാണെങ്കിലും ഒന്ന് പുറത്തു പോകാനാണെങ്കിലും സംസാരിച്ചിരിക്കാനാണെങ്കിലും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല, ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും. സോ എനിക്ക് ഇങ്ങനെ അയ്യോ അത് എന്റെ ബിഗ് ദീദിയാണ്, ബിഗ് സിസ്റ്റർ ആണ്, ബിഗ് ബ്രദർ ആണെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ റെസ്പെക്ട് എന്ന് മാറ്റി നിർത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒന്നാമത് അപ്പൊ എനിക്ക് തോന്നുന്നു അയ്യോ ഞാൻ ഭയങ്കര അമ്മച്ചിയായോ അങ്ങനെ. പക്ഷെ അവരെപ്പോഴും സോ നൈസ്, യുനോ, അവരുടെ ഗാംഗിൽ ജെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് ദിയയുടെ ഇവിടെ വന്ന് ഒരു 90% ഫ്രണ്ട്സിനെ എനിക്ക് അറിയാം. യുനോ, എവ്രി ഡേ ഞങ്ങൾ ഫോൺ ചെയ്യും. അവളുടെ എല്ലാ കഥകളും കേട്ടിട്ടേ അവൾ എന്നെ ഫോൺ വെക്കാൻ സമ്മതിക്കുള്ളൂ. സോ ഐ നോ മോസ്റ്റ് ഓഫ് ദ ദിയാസ് ഫ്രണ്ട് ഹിയർ. സോ ഐ എം സോ ഹാപ്പി. ഇടയ്ക്കിടയ്ക്ക് പറയാം, പക്ഷെ ഐ എം റിയലി ഹാപ്പി ഫോർ ഹർ. ദിയ ഭയങ്കര ബ്രേവ് ആണ്, അതുപോലെ ഭയങ്കര ബോൾഡ് ആണ് അവള്. അവൾക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഷീ ഹാസ് ദാറ്റ് എബിലിറ്റി ടു സേ ഇറ്റ് വെരി നൈസ്ലി. അത് നല്ലോണം കൺവേ ചെയ്യാൻ അവൾക്കറിയാം. എനിക്ക് അത് അവളുടെ അടുത്തുനിന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റിയാ. എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കി പെട്ടെന്ന് ചിലപ്പോൾ അത് കൺവേ ചെയ്യാനുള്ള അത്രയ്ക്ക് അങ്ങോട്ടുള്ള കഴിവില്ല. പക്ഷെ അവൾക്ക് വേണ്ട കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിച്ച് അതെടുക്കാൻ നല്ലോണം അറിയാം. പിന്നെ ഷീ ഈസ് വെരി ഗുഡ് ഹാർഡ് വർക്ക്. നല്ലോണം വർക്ക് ചെയ്യും. ഇന്ന് അവളുടെ മനസ്സമ്മതത്തിന്റെ ദിവസമായിട്ടും കൂടി രാവിലെ ലാപ്ടോപ്പ് തുറന്ന് 2 മെയിൽസ് അയച്ചതേ ഉള്ളൂ. ഐ വാസ് സോ സർപ്രൈസ്ഡ്. ഇവൾ എന്ന് തൊട്ട് ഇത്ര യുനോ ആ ഒരു ട്രാൻസിഷൻ, അവൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര റെസ്പോൺസിബിൾ ആയി. അതൊരു കൈൻഡ് ഓഫ് യുനോ ഒരു പെട്ടെന്ന് എനിക്ക് സർപ്രൈസ്ഡ് ആയിപ്പോയി. അതേസമയം ഐ വാസ് സോ ഹാപ്പി. അവൾ റെസ്പോൺസിബിൾ ആയി. യുനോ, ഇപ്പൊ ഇനി കല്യാണം കഴിക്കാൻ പോവാം. ഐ എം ഷുവർ ഷീ വിൽ ഡു ബെറ്റർ ഈച്ച് ഡേ. എനിക്ക് സെയിം ആണ്. ദിയനെ ഒബ്വിയസ്ലി കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ 9ാം ക്ലാസ്സിൽ. പക്ഷെ സെയിം തിങ് ആണ്, ഷീ ഈസ് ക്വൈറ്റ് ഡെയറിങ്. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഷീ ഈസ് ഓപ്പൺ വിത്ത് ദാറ്റ്. നേരെ അത് പറയും. ഇപ്പൊ ആരാ എന്താന്നൊന്നും നോക്കില്ല. ആ ഒരു ഫിൽട്ടർ ഇല്ല എന്നല്ല, ധൈര്യമുണ്ട് പറയാനായിട്ട്. ബട്ട് വൺ അതർ തിങ് ഇസ് ഷീ ഈസ് സോ ലവിങ്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഏജ് ഗ്യാപ്പ് അതൊന്നും നോക്കാണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദേ ഡിഡ് എ ബ്രൈഡൽ ഷവർ. അതിന് ഞാൻ പോകേണ്ട കാരണം ഐറിന് അറിയാവുന്ന അത്ര ഫ്രണ്ട്സിനെ എനിക്കറിയില്ല ദിയയുടെ. അപ്പൊ ഞാൻ പോയില്ല. സോ ഷീ ബിക്കെയിം വെരി ഇമോഷണൽ. ഭയങ്കര കണക്ഷനാണ്, ഭയങ്കര ലവിങ് ആണ്. സോ ആ ഒരു ക്വാളിറ്റീസ്, ആ ഒരു ഇമോഷൻ ആൻഡ് ക്വാളിറ്റീസ്, ഇമോഷണൽ IQ, ഇമോഷണൽ ക്വസ്റ്റ്യൻ EQ, അതൊക്കെയാണ് ലൈക്ക് ദിയയിൽ ഞാൻ ഭയങ്കരമായിട്ട് കണ്ടിട്ടുള്ളതും അഡ്മയർ ചെയ്യും. എനിക്കൊരു കാര്യം കൂടെ ദിയയുടെ പറയാനുണ്ട്. അത് എനിക്കില്ലാത്ത ക്വാളിറ്റിയാണ്. ഭക്ഷണം കഴിക്കുമല്ലോ നമ്മൾ. അപ്പൊ നമുക്ക് വിശക്കുവാണെങ്കിൽ ഞാൻ പോയി വേഗം ഭക്ഷണം കഴിക്കും. ദിയ അങ്ങനെയല്ല. ദിയ അവൾക്ക് എത്ര വിശന്നിരുന്നാലും മറ്റേ ആള് വന്ന് കൂടെ ഇരിക്കുന്നത് വരെ അവൾ വെയിറ്റ് ചെയ്യും ഫുഡ് കഴിക്കാൻ.
സാം എപ്പോഴും അങ്ങനെയുള്ള ആളാ. സാം എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ അങ്ങനെയല്ല. അപ്പം സാമിനും ദിയയ്ക്കും ആ ക്വാളിറ്റി ഉണ്ട്. ദിയയുടെ ഇപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും എനിക്കത് വേണമെന്ന്, പക്ഷെ ഫുഡ് കാണുമ്പോ എന്നെ കൺട്രോൾ പോവും. ഞാൻ ഒറ്റയടിക്കുന്ന കഴിക്കും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവള് ദിയ പണ്ട് മുതലേ അങ്ങനെയാണ്. അവൾക്ക് എത്ര വിശന്നാലും ദീദിയും കൂടെ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ വരാതെ അവള് കഴിക്കില്ല. സോ അതിപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് നോട്ട് യെറ്റ്. ഇത്ര നാളായിട്ട് ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ്. ഹലോ, ഞാൻ ദിയയുടെ കസിനാണ്. അതായത് പോളങ്കിളുടെ ചേട്ടന്റെ മോളാണ് ഞാൻ. ഓക്കെ, അപ്പൊ ഞാനും ദിയയും ജസ്റ്റ് 1 year ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങള് പണ്ട് തൊട്ടേ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ്. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് അവളാണ്. ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞു പിള്ളേരായിട്ട്, ലൈക്ക് 1 വയസ്സുള്ള പിള്ളേരായിട്ട് ഇങ്ങനെ ചെയറിലിരിക്കുന്ന, സോഫയിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. ലൈക്ക് എന്താ പറയാ, സോറി, ഞങ്ങൾക്ക് ആക്ച്വലി അവളുടെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചിരിക്കാം. മാത്രമല്ല ഡാഡിയുടെ സൈഡിൽ ഞങ്ങൾ രണ്ടുപേരാണ് ഏകദേശം സിമിലർ ഏജ് ഉള്ള രണ്ടുപേരുള്ളത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞങ്ങൾ ഭയങ്കര കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങളുടെ വേറെ ചേച്ചിമാരൊക്കെ പറയും ഇവർ 2 ഇണക്കുരുവികളാണ്, അവരെ പിരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറുപ്പത്തിലെ ബാട്ടബിൽ കിടന്ന് ഒരുമിച്ച് കുളിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. അതൊരു പ്രത്യേക തരം എന്താ ബാട്ടബിൽ കുളിക്കാൻ അത്രേ ഉള്ളൂ. പിന്നെ എന്താ കുറെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇപ്പൊ ഒന്നും അങ്ങനെ പറയാൻ കിട്ടുന്നില്ല അവളെ പറ്റി. ലൈക്ക് there's lot of memories with her and I'm so happy for her. ലൈക്ക് എനിക്ക് ഇവരുടെ ലവ് സ്റ്റോറി അറിയാം, ഇവരെ അറിയാം. So I'm just so happy seeing all this and she looks very pretty. ലൈക്ക് ഇവൾ ഇങ്ങനത്തെ ഒരു ബ്രൈറ്റ് ടു ബി ആയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഷീ ലുക്സ് സോ പ്രിറ്റി, ലൈക്ക് സോ പ്രിറ്റി. എനിക്കിങ്ങനെ ഞാൻ അവളെ നോക്കി നിൽക്കുമായിരുന്നു കുറെ നേരം. ഭയങ്കര ഹാപ്പി ആയി. ജസ്റ്റ് വിഷ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഹർ ആൻഡ് സാവിയോ. സോ ഞാൻ റിയയുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. ആൻഡ് ഐ ഹവ് സീൻ ദിയ സിൻസ് 2018. സോ ഫോർ മീ ഷീസ് എ വെരി ബബ്ലി, ഷീസ് എ വെരി എന്താ പറയാ, ഇപ്പോഴത്തെ ജെൻസി വൈബ് പോലത്തെ ഒരു വെരി ബബ്ലി, വെരി സ്വീറ്റ് ലിറ്റിൽ ഗേൾ ആണ് ദിയ. ആൻഡ് ഫോർ മീ ഷീസ് എ ഫാഷനിസ്റ്റ്. ലൈക്ക് ഷീസ് വെരി മച്ച് ലൈക്ക് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് അത് ഇതൊക്കെയാണ് ഞാൻ അവളോട് ചോദിക്കാറ്. ആൻഡ് ഷീസ് വെരി ബബ്ലി ഗേൾ ആൻഡ് ഐ എം വെരി ഹാപ്പി സീയിങ് ഹർ, വെരി ഹാപ്പി ടുഡേ. സോ വിഷിംഗ് ദിയ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് മാരീഡ് ലൈഫ്. അതെ, അഡ്വൈസ് ഫോർ ദ ഗ്രൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഓർമ്മയുള്ളപ്പോ തൊട്ട് അവള് നല്ല സൂപ്പറായിട്ട് തല്ലുപിടിക്കും. സോ അവളെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അവള് കുറച്ച് ഹാപ്പി ആയിട്ട് പിന്നെ എന്ത് തല്ലുപിടുത്തുണ്ടെങ്കിലും ദിയ നീ സൂപ്പറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഓക്കെ ആയിക്കോളും. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സാവിയുടെ ലൈഫിന് പിന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ദിയ നീ സൂപ്പറാ എന്ന് പറഞ്ഞാൽ മതി, സെറ്റ് ആയിരിക്കും. സോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സാവിയുടെ അടുത്ത് ഓൾ ദി ബെസ്റ്റ് പറയാനുള്ളൂ. Occupy the seats and make yourself comfortable as we welcome the newly engaged. I have died every day waiting for you, darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more.
Savio and Dia. Ladies and gentlemen, boys and girls, let's give them a huge round of applause and welcome the lovely couple, Dia and Savio, onto the dais. Wow, what a sight. Please be seated. First, let me begin with the beautiful bride-to-be, Dia. Dia, Mr. Paul Mambaliയുടെയും ലില്ലി പോൾ മാമ്പള്ളിയുടെയും 3 മക്കളിൽ രണ്ടാമത്തെ മകളാണ്. Dia completed BA LLB honors from CSI College for Legal Studies, Etumanur, and is now working as a legal consultant in IIT Madras. Moving on to the groom-to-be, Savio, or Savi as we lovingly call him, is the son of late K.M. Jose and Sally Jose of Kanyakuril House. Savio Jose studied mechanical engineering from MBC Kutikanam and is now working as accountant associate in Conduent Info Park, Kochi. So, Dia, she is a dear friend of mine and a former colleague. So I know, and all of you gathered here will agree, she is the life of all parties. She's one lovely, wonderful, beautiful, amazing young lady. So, Diye aarka kettichu kodukkunnennu namukku ariyanaalo. Adondu I had a small inquiry with Savio's side of friends. Ivarude oru pratyekada ennu parnja both of them, they have got amazing set of friends. So I asked around in your set of friends, Savio, and they told me you are a very calm, composed, kind, yet funny kind of a person. So I know for a fact that you are the calm to Dia's chaos. So I am sure you make a wonderful couple. If you all agree with me, can I have a huge round of applause for the newly engaged, newly betrothed couple here? No. I can't hear you guys. Come on. Yeah, thank you. So, how is it? How do you feel like? ഒരു വാക്കിൽ പറയാമോ? Great, amazing. Oh, wonderful. Yes. What about you, Savio? Very much excited. Very much excited. I can really see that with their beautiful smile. Yeah. So now it's time to get to know both the side of the family, because this is not just a union of two people. ഇത് രണ്ട് കുടുംബങ്ങളുടെയും ഒരു ചേർത്തുവെക്കലാണ്, അവരുടെ ഒരു കൂട്ടായ്മയാണ്. ഇനി മുതൽ ദിയയും സാവിയോയും ഈ രണ്ട് കുടുംബങ്ങളുടെയും ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിയയുടെയും സാവിയുടെയും കുടുംബത്തെയും കൂടെ, അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കാനുള്ള സമയമാണ്. I'll start with Savi's side of the family. സാവിയുടെ അമ്മ മിസ്സസ് സാലി ജോസ്, ഷീ സെറ്റിൽഡ് ഇൻ USA. ഏറ്റവും സ്നേഹത്തോടെ മിസ്സസ് സാലി ജോസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Please join me on stage, Amma. Thank you. Just like Dia, Savio has got 2 siblings. Savi's sister, Chinnu Jose, she's a nurse by profession and is settled in America with her husband, Mr. Matthew Sudup, who is a radiologist, and their little ones, Jessa and Jake. Ladies and gentlemen, put your hands together to welcome on stage Chinnu Jose along with her family, please. Now moving on to Savi's another sister, Meenu Jose. She is a computer engineer and her husband Elvin Jose works at NSE as vice president, and they are settled in Mumbai. They are blessed with 2 children, Giselle and Nishale. ഏറ്റവും സ്നേഹത്തോടെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കയ്യടി പോരാട്ടോ, because they are all sharing in their beautiful happiness, so I expect all of you all to give them a huge round of applause. Now, moving on to the bride-to-be side, Dia's side of the family. Dia's parents, Dia's father, Mr. Paul Mambali is a businessman, and Dia's mother, Mrs. Lily Paul Mambali, is a homemaker. We welcome the loving parents onto the dais. Now, Dia's eldest sister, Irene Paul Mambali, is working as document controller in DNV, and her husband, Sam Raphael Matthew, is working as a verification engineer in DNV. They are both settled in UK with their little ones, Jaden and Isaac. As we lovingly call you, Didi and family,
please join us on stage. Diയുടെ friends group ഉള്ളവർക്ക് അറിയാം, Diയുടെ ചേച്ചി is not just her ചേച്ചി, but she is Didi for all of us. So please join me on stage. And now moving on to Diya's brother. He is the most eligible bachelor tonight. So yeah. So with a huge round of applause, I welcome Mr. Alan Paul Mambali. He's doing Masters in Finance from Griffith University, Australia. Do please join me on stage. Wow, it's a big family with 2 siblings on each side. So can I ask you also to raise and join the frame so that the photographers can click you once before I move on to the rest of the events. For a moment of silence in remembrance of his late father. Can we all stand up and observe a moment of silence? പ്രകാശം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. വളരെ പ്രകാശമയമായ ഒരു ജീവിതത്തിന് തുടക്കം കൂടിയാണ്. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ I welcome the lovely couple and their parents and their siblings. There are so many of you, so I welcome all of you all to move to that side of the stage so that we can begin with lighting the lamp. Light always reminds us of God's presence. Today, as Diya and Savio begin their journey, may their life shine brightly with love and faith. Let these candles symbolize peace, joy, and divine blessings for their new beginning. You and I for eternity. Gathering on the stage has come to an end. It is time for all of us to begin the festivities, join in the feast that they have so graciously arranged for us, and also to bless this lovely couple. Sometimes it all comes together.
just takes a minute to change your life. Look at us now, a moment we own it, no doubt. There's nothing that's holding us down, you and me, as good as could be, living this dream that we found. Look at us now, oh look at us now, hey look at us now, look at us now. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന Monica Bellucci இறங்கி வந்தாச்சு கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு Monica Bellucci எதிர்ப்பா எனர்ஜி தலையை சுத்த வைக்கும் சூறாவளி பொண்ணாச்சு பட்டன்னு பார்த்தாலே பல்ச தும்பாடி கொட்டுபா மீனெல்லாம் கூத்தாடுமே இரவ கலராக்கும் ஜல்லேபி லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே ఆరింటికోసారి ఏడింటికోసారి పావు తక్కువ పదింటికోసారి పడుకుంటే ఓసారి మెలుకుంటే ఓసారి ఏమి తోసక కూసుంటే ఓసారి ఏళ్ళు నొక్కుతుంటే ఓసారి ఓసారి కాలు తొక్కుతుంటే ఓసారి ఓసారి నువ్వు పక్కనుంటే ప్రతి ఒక్కసారి వచ్చుండై ఫీలింగ్స్ వచ్చి వచ్చి తప్పేస్తుండై ఫీలింగ్స్ వచ్చుండై ఫీలింగ్స్ వచ్చి వచ్చి తప్పేస్తుండై ఫీలింగ్స్ देखो देखो है शाम बड़ी दीवानी धीरे धीरे बन जाए न कोई कहानी देखो देखो है शाम बड़ी दीवानी धीरे धीरे बन जाए न कोई कहानी दिल पर है दिलकश है दिलदार नजारे हैं आज जमीन पर उतरे कितने सितारे हैं अगलो होश नमी दानम हम है दिल है और जानम बस दीवानगी 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 है ना कोई रहसन ना रहबर ये इल्जाम लगे किस
do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. The plans we make and chances we take, I feel everything more with you. Quiet confidence and trusting every step, and we know that our faith will get us through. It's so obvious, forever calling us, and this time we won't wait and wonder anymore. When the morning breaks, we won't hesitate. It's the first day, it's the first page. Our story starts here. Our story